Hello everyone, welcome to our channel. Today our topic is tips to improve your reading skill. നമ്മളെ OET റീഡിംഗ് സബ് ടെസ്റ്റിന് വേണ്ടി നമ്മുടെ റീഡിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഉള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ടോപ്പിക്. നമ്മുടെ OET റീഡിംഗ് സബ് ടെസ്റ്റിൽ നമ്മൾ മെയിൻലി 2 ടൈപ്സ് ഓഫ് റീഡിംഗ് പാറ്റേണിലൂടെയാണ് എക്സാം എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ റീഡിംഗ് പാർട്ട് എ. റീഡിംഗ് പാർട്ട് എയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട റീഡിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഫാസ്റ്റ് റീഡിംഗ് ആണ്, റൈറ്റ്? ഫാസ്റ്റ് റീഡിംഗ് ആൻഡ് യു ഫൈൻഡ് ഔട്ട് ദ ഐഡിയ ഓർ ദ ആൻസർ ഫ്രം ദ ഗിവൻ പാസേജ്, അല്ലേ? നമ്മളൊരു ഫാസ്റ്റ് റീഡിംഗ് ചെയ്തുകൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് മാച്ച് ഫോളോയിങ് ഫില്ലപ്പ് ആൻഡ് സെൻറ്റൻസ് കംപ്ലീഷൻ ആണ്, അല്ലേ? സോ നമ്മളവിടെ ഗിവൻ റെഡിമെയ്ഡ് ആയിട്ട് തന്നിട്ടുള്ള ആൻസേഴ്സിനെ ഫാസ്റ്റ് റീഡിംഗ് ചെയ്തുകൊണ്ട് ലൊക്കേറ്റ് ചെയ്ത് ആ ആൻസറിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതുകയേ വേണ്ടൂ, അല്ലേ? റീഡിംഗ് പാർട്ട് എയിൽ. ബട്ട് വെൻ ഇറ്റ്സ് comes to reading part B and C. BO, CO നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ we must do with a deep reading, okay? Deep reading and thorough understanding with each and every words, sentences and phrases, അല്ലേ? വേർഡ്സും സെൻറ്റൻസും ഫ്രേസസും എല്ലാം തറോ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വായിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് പാർട്ട് ബിയിലും സിയിലും ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനും സ്കോർ ചെയ്യാനും സാധിക്കുകയുള്ളൂ, അല്ലേ? സോ OET റീഡിംഗ് സബ് ടെസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട 2 റീഡിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഫാസ്റ്റ് റീഡിങ്ങും അതുപോലെ ഡീപ്പ് റീഡിംഗ് വിത്ത് തറോ അണ്ടർസ്റ്റാൻഡിങ്ങുമാണ്. ഓക്കെ, ക്ലിയർ? സോ ഇത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. So now coming to our super tips. Here I am with you 5 super tips to improve your reading skill. Okay, the first tip is make a reading habit. This means very important for to get score for your reading sub-test. You must do your reading practice on a regular basis or a daily basis. Right? നിങ്ങൾ ഡെയിലി റീഡിംഗ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഫോർ ദാറ്റ് യു എസ്റ്റാബ്ലിഷ് എ റുട്ടീൻ ഫോർ യുവർ റീഡിംഗ് പ്രാക്ടീസ്. യു കളക്ട് വെറൈറ്റി ഓഫ് ടെസ്റ്റ് ഓർ ബുക്സ് including health magazines. So anything available for your reading purpose, you keep in or arrange within your reach and do your regular reading practice. Okay, so thereby you can able to make your reading habit. So this is the first tip, make your reading habit. Okay, the second tip is identify your own skills and strategies to get idea from any passages. ഓക്കെ, നമ്മൾ റീഡിങ് ചെയ്യുമ്പോൾ, നമ്മൾ റീഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാസേജ് വായിക്കുന്നുണ്ട്, അല്ലേ? സോ അങ്ങനെ വായിക്കുമ്പോൾ എത്ര പ്രാവശ്യം വായിച്ചപ്പോഴാണ് എനിക്കതിലെ ഐഡിയ കിട്ടുന്നത്? ഞാൻ ഫാസ്റ്റിൽ വായിക്കുമ്പോൾ എനിക്കത് കിട്ടുന്നുണ്ടോ, അതൊരു മിനിമം സ്പീഡിൽ സ്ലോയിൽ വായിച്ചപ്പോഴാണോ എനിക്ക് കിട്ടിയത്? അതുപോലെ ചില ആളുകളെങ്കിലും നമ്മൾ കാണാറുണ്ട് പോയിന്റ് റീഡിങ് ചെയ്യുന്നു, അല്ലേ? നമ്മൾ ആ ഒരു പാസേജ് എടുക്കുമ്പോൾ നമ്മളൊരു പെൻസിലോ അല്ല പെന്നോ വെച്ചിട്ട് പോയിന്റ് റീഡിങ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പർട്ടിക്കുലർ വേർഡ്സിനെ അണ്ടർലൈൻ ചെയ്യുകയൊക്കെ ചെയ്ത് റീഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ചെയ്യുമ്പോഴാണോ എനിക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസറും അല്ലെങ്കിൽ ആ ഒരു ഐഡിയയും കിട്ടുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ച് നമ്മളൊരു സെൽഫ് അസസ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ എക്സാം ടൈമിൽ, ടെസ്റ്റ് ഡേയിൽ ഗിവൺ ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു റീഡിംഗ് സ്കില്ല് യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് സ്കോർ ചെയ്യാനും സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളുടെ എബിലിറ്റി എത്രയാണ്, എത്ര പ്രാവശ്യം ഞാനൊരു പാസേജ് വായിക്കണം, എങ്ങനെ ഞാൻ വായിക്കണം, പോയിന്റ് ചെയ്യണോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യണോ, എത്ര പ്രാവശ്യം വായിക്കണം, ഫാസ്റ്റിൽ വായിച്ചാൽ കിട്ടുന്നുണ്ടോ അതല്ലെങ്കിൽ ഒരു സ്ലോയിൽ വായിച്ചാലാണോ എനിക്ക് കിട്ടുന്നത്? സോ എന്താണ് നിങ്ങളുടെ ആ ഒരു സ്കിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഓർ ടെക്നിക്ക് എന്താണ് എന്ന് നിങ്ങൾ തന്നെ സെൽഫ് അസസ്മെൻറ്റ് ചെയ്ത് ആ ഒരു സ്ട്രാറ്റജി കണ്ടുപിടിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ടൈമിൽ വെൽ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ? സോ ദിസ് ഈസ് അബൌട്ട് സെക്കൻഡ് ടിപ്പ്, ദാറ്റ് ഈസ് establish or to identify your own skills or strategies to get idea from any passage. Okay, the third tip is assess your essential skills for your reading comprehension. Okay, so assess your skills for your reading comprehension. So here in our third tip, what is mean by reading comprehension? Reading comprehension or comprehensive means it's about total. നിങ്ങളുടെ ആ ഒരു റീഡിംഗ് എബിലിറ്റിയുടെ ടോട്ടാലിറ്റി എത്രയുണ്ട്?
മോർ ക്ലിയർലി നമ്മൾ ഒരു കാര്യം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റീഡിങ് എന്ന ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ആക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ റീഡ് ചെയ്യുകയല്ല അല്ലേ. അവിടെ നമ്മുടെ വിഷൻ ഇസ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സറൗണ്ടിങ്ങിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തൊക്കെയും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. സോ ഇവിടെ നിങ്ങളുടെ റീഡിങ് കോംപ്രിഹെൻഷൻ, നിങ്ങളുടെ റീഡിങ്ങിൻ്റെ ആ ഒരു ടോട്ടാലിറ്റി, നിങ്ങളുടെ റീഡിങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റി എത്രയുണ്ട് എന്ന് അസസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു എസെൻഷ്യൽ റീഡിങ് സ്കില്ലിനെ അസസ് ചെയ്യുക. മോർ ക്ലിയർലി സ്കിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് അബൌട്ട് ഫ്ലുവൻസി. സ്പീക്കിങ്ങിലെ ഫ്ലുവൻസി ഉള്ളോ എന്ന് ചോദിക്കാം അല്ലേ. അല്ല, റീഡിങ്ങിലും ഫ്ലുവൻസി ഉണ്ട്. മീൻസ് ചില ആളുകൾ നമ്മൾ ലൗഡ്ലി വായിക്കാം അല്ലേ, ചിലവർ നമ്മൾ മൈൻഡിൽ സൈലൻ്റ് ആയിട്ട് വായിക്കാം. സോ ഇതിലേതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ വായിക്കുമ്പോൾ അതിൽ കോമയുണ്ട് അല്ലേ, അതുപോലെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ദെൻ സ്റ്റാർട്ട് വിത്ത് അനദർ ന്യൂ സെൻറ്റൻസസ് ഉണ്ട് അല്ലെ, സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു കോമ, കുത്ത്, ഫുൾ സ്റ്റോപ്പ്, നെക്സ്റ്റ് സെൻറ്റൻസിനൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഫ്ലുവൻസി ഉണ്ട് അല്ലേ. നമ്മളൊരു ന്യൂസ് റീഡിംഗ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഫ്ലുവൻസി ഉണ്ട്, ഒരു റിതമുണ്ട്. ആ റിതമിനനുസരിച്ചാണ് നമ്മൾ അവരെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ റീഡിങ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലുവൻസി നമ്മൾ നോക്കണം, നമ്മുടെ ഫ്ലുവൻസി സ്കിൽ എത്രയാണ്. സെക്കൻഡ് ഈസ് വാട്ട് ഈസ് അവർ കോൺസെൻട്രേഷൻ പവർ. ഓക്കെ, നമുക്ക് എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ എബിലിറ്റി പവർ എത്രയുണ്ട്. ദെൻ വാട്ട് ഈസ് യുവർ അറ്റൻഷൻ ലെവൽ. നമുക്കൊരു സറൗണ്ടിങ് ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടെങ്കിലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു പാസേജിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള നിങ്ങളുടെ ഒരു ബ്രെയിനിൻ്റെ പവറാണ് അവിടെ അസസ് ചെയ്യേണ്ടത് അല്ലേ. നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ അല്ലേ, അറ്റൻഷൻ ലെവൽ ആൻഡ് കോൺസെൻട്രേഷൻ ലെവൽ. ഓക്കെ, ദെൻ യുവർ വെക്കാബുലറി. അതായത് നിങ്ങൾ വായിക്കുമ്പോൾ ചില വേർഡ്സുകളെങ്കിലും ന്യൂ ആയിരിക്കും അല്ലേ, മറ്റു ചില വേർഡ്സുകൾ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് അറിയാമായിരിക്കുന്ന വേർഡ്സോ ഫ്രേസസോ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ വെക്കാബുലറി എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങൾക്ക് എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു സെൽഫ് അസസ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ട് നിങ്ങളുടെ റീഡിങ് സ്കില്ല് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എത്രമാത്രം വായിച്ചാലാണ് മനസ്സിലാവുന്നത്, അല്ലെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ എത്രയുണ്ട്, നിങ്ങളുടെ വൊക്കാബുലറി എത്രയുണ്ട്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നിങ്ങളുടെ കറൻറ്റ് വർക്കിംഗ് മെമ്മറി എത്രയുണ്ട്. എന്തിനാണ് നമ്മളിവിടെ കറൻറ്റ് വർക്കിംഗ് മെമ്മറി നോക്കുന്നത്? നമ്മളൊരു പാസേജ് വായിക്കുമ്പോൾ അപ്പോൾ തന്നെ കാണുന്ന ആ പാസേജിലെ വേർഡ്സിനെ അപ്പോൾ തന്നെയാണോ നമ്മൾ പഠിക്കുക? അല്ല, നമ്മൾ പ്രീവിയസ് ഇയേഴ്സിലും അല്ലേ നമ്മൾ നേരത്തെ മുതൽ പഠിച്ചു വന്നിട്ടുള്ള ഒരുപാട് വേർഡ്സും അല്ലെങ്കിൽ ഗ്രാമറ്റിക്കൽ സ്ട്രക്ചേഴ്സും അതുപോലുള്ള ഫ്രേസസും എല്ലാം ഈ ഒരു പാസേജിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു മെമ്മറിയും അണ്ടർസ്റ്റാൻഡിങ്ങും വെച്ച് തന്നെയാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ആ നിങ്ങളുടെ ഒരു കറണ്ട് അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി എത്രയുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ റീഡിങ് സ്കില്ലിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. സോ അതിൽ നിങ്ങളൊരു സെൽഫ് അസസ്മെൻറ്റ് ചെയ്ത് ഒരു സെൽഫ് ഡെഫിനേഷൻ ഉണ്ടാക്കിയിരിക്കണം. സോ അതിനാണ് നിങ്ങളുടെ റീഡിങ് കോംപ്രിഹെൻഷനിൽ ആവശ്യമായിട്ടുള്ള റീഡിങ് സ്കിൽസ് നിങ്ങൾ അസസ് ചെയ്തിരിക്കണം, എസെൻഷ്യൽ സ്കിൽസ് അസസ് ചെയ്തിരിക്കണം എന്ന് ഞാൻ ഈ ഒരു ടിപ്പിലൂടെ ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ് അബൌട്ട് ദ ഫോർത്ത് ടിപ്പ് ഈസ് expand your vocabulary and synonyms. Okay, so expand your vocabulary means vocabulary, the meaning is wide range of words അല്ലേ. നമുക്കറിയാം റീഡിങ്ങിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് വെക്കാബുലറി എന്നുള്ളത് അല്ലേ. വെക്കാബുലറി എന്ന് പറഞ്ഞാൽ ഓരോ പാസേജിലും നമുക്ക് കിട്ടുന്ന ന്യൂ ആയിട്ടുള്ള വേർഡ്സാണ്, ന്യൂ ആയിട്ടുള്ള ഫ്രേസസ് ആണ് അല്ലേ. അവിടെ ഒരു റെപ്പറ്റീഷൻ കാണുന്നില്ല, നമുക്ക് ഒരുപാട് വേർഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റീഡിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഇതുപോലൊരു വെക്കാബുലറി എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് ആ റീഡിങ് പെർഫോമൻസ് നമുക്ക് നന്നായിട്ട് എക്സാം ഡേയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എക്സ്പാൻഡ് യുവർ വൊക്കാബുലറി ആസ് വെൽ ആസ് എക്സ്പാൻഡ് യുവർ സിനോണിംസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സിനോണിംസ്? സിനോണിംസ് എന്ന് പറഞ്ഞാൽ some words which carries a similar meaning അല്ലേ. സിമിലർ ഒരേ മീനിങ് വരുന്ന ഡിഫറെൻറ്റ് വേർഡ്സിനാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ അതേ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഓരോ വേർഡിൻ്റെയും മിനിമം 3 to 4 സിനോണിംസ് കളക്ട് ചെയ്ത് പഠിച്ചിരിക്കണം. സോ ദിസ് ഈസ് വെരി വെരി സൂപ്പർ ടിപ്പ് ഫോർ യു ബിക്കോസ് എസ്പെഷ്യലി ഫോർ യുവർ OET റീഡിംഗ് ടെസ്റ്റ് സിനോണിംസ് ആർ ടേക്ക് എ ബിഗ് റോൾ. ഓക്കെ,
ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു തന്നിട്ടുള്ള ഒരു ഫ്രേസോ ഒരു മീനിങ്ങോ ഒരു വേർഡോ അതിനോട് സിമിലർ മീനിങ് വരുന്ന ഒന്നായിരിക്കും നിങ്ങൾ ആൻസർ ലൊക്കേറ്റ് ചെയ്യേണ്ട ആ ഒരു പാസേജിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനോണിം അറിയില്ല എങ്കിൽ മോസ്റ്റ്ലി നിങ്ങളുടെ ആൻസർ അവിടെ റോങ് ആവുകയോ സ്കിപ്പ് ആവുകയോ ചെയ്യാം അല്ലേ. സോ ഹിയർ ഇൻ ദിസ് സ്റ്റെപ്പ് expand your vocabulary as well as your synonyms. Okay, so you try for that. And the last or fifth tip is practice skimming and scanning technique. Okay, these two techniques are so very important for our reading practice as well as for our reading subtest. Because skimming technique, what is the meaning of skimming technique? Skimming means to get the ability to get an idea from a passage or from a content without reading each and every words. എല്ലാ വേർഡ്സും ഫ്രേസും ഒന്നും വായിക്കാതെ തന്നെ ഒരു ഫാസ്റ്റ് റീഡിങ്ങിലൂടെ ആ ഒരു പാസേജിൽ തന്നിരിക്കുന്ന ഐഡിയ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവ്, ആ ഒരു ടെക്നിക്കിനാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഫാസ്റ്റ് റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ദ കണ്ടന്റ്. ഓക്കെ, സോ സ്കിമ്മിങ് ടെക്നിക്ക് നിങ്ങൾ റീഡിങ്ങിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തിരിക്കണം. And also scanning technique. What is the meaning of scanning technique? സ്കാനിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി വേർഡ്സോ അല്ല ഒരു പോയിന്റ് റീഡിങ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് റീഡിങ്ങോ ചെയ്യുകയല്ല. ഫാസ്റ്റ് റീഡിങ്ങിൻ്റെ കൂടെ അതിൽ പർട്ടിക്കുലർ സം വേർഡ്സോ ഫ്രേസസോ സ്കാൻ ചെയ്തുകൊണ്ട് അല്ല ഒരു പർട്ടിക്കുലർ വേർഡ്സിനെ പോയിന്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പാസേജിൽ ഇതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതിനാണ് സ്കാനിങ് എന്ന് പറയുന്നത്. സോ സ്കിമ്മിങ് മീൻസ് do your fast reading and get idea with the content without reading each and every words. ഓരോ വേർഡ്സും തറോ റീഡിങ് ചെയ്യാതെ നിങ്ങൾക്ക് മീനിങ് കിട്ടുന്നതാണ് സ്കിമ്മിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി ആ ഒരു ടൈറ്റിൽ ആ ഒരു പാസേജിൽ ഉള്ള സ്പെഷ്യൽ വേർഡ്സിനെ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സോ ദിസ് ടു ടെക്നിക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ റീഡിങ് സബ്ടെസ്റ്റ്. സോ പ്രാക്ടീസ് വിത്ത് സ്കിമ്മിങ് ആസ് വെൽ ആസ് scanning techniques for maximum scoring for your reading subtest. Okay, so today we discussed about 5 super tips for to improve your reading skill. So I hope you got some information from this video also. Thank you so much for watching my video and see you in another video session.